ദൈവത്തിന്റെ വചനവും നിമിത്തം ഞാന് പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. For the testimony of Jesus and because of the suffering, I was in an island called Patmos. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പ്രധാനമായിട്ട് 3 യോഹന്നാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. In New Testament, we study about 3 different Johns. ഒന്നാമത്തേത് സ്നാപകനായ യോഹന്നാനാണ്. First is John the Baptist. രണ്ടാമത്തേത് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ യോഹന്നാനാണ്. Second is the author of this book, John. വേറെ ഒന്ന് യോഹന്നാൻ മർക്കോസ് എന്ന് കാണാൻ കഴിയും. Third person is John Mark. അന്നത്തെ ഒരു ഫെമിലിയർ സാധാരണ നാമമായിരുന്നു, പേരായിരുന്നു യോഹന്നാൻ എന്നുള്ളത്. So John was a very common name in those days. സ്നാപകനായ യോഹന്നാന് അങ്ങനെ പേരിടാൻ ദൈവമാണ് പറഞ്ഞത്. God is the one who said to name John the Baptist as John. ഒരു പക്ഷേ സ്നാപക യോഹന്നാന് അങ്ങനെ ദൈവം പറഞ്ഞ് പേരിട്ടത് കൊണ്ട് മറ്റു പലരും ആ പേര് ആവർത്തിച്ചു എന്ന് വരാം. And because of the prominence of John's name as John the Baptist, many started naming their children as John. എന്നാൽ ഇവിടെ നമുക്ക് ചിന്താവിഷയമായിരിക്കുന്നത് സുവിശേഷകനായ അഥവാ അപ്പോസ്തലനായ യോഹന്നാനാണ്. So here we are looking at the life of Apostle John. യോഹന്നാനെ കുറിച്ച് പഠിച്ചാൽ യോഹന്നാൻ യേശുവിന്റെ ഒരു കസിൻ, ഒരു ചാർച്ചക്കാരൻ ആയിരുന്നു. So John, when we look at, he was a cousin of Jesus. ഈ യോഹന്നാൻ വിവാഹത്തിനാണ് കാനാവിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയത് എന്ന് കരുതപ്പെടുന്നു. Many historians believe that it was at this John's wedding where Jesus turned water into wine. എന്നാൽ വിളിച്ചത് മുതൽ യേശുവിനോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. But since his calling to the Lord, he was close to Jesus and he spent time with Jesus. അതുകൊണ്ട് യോഹന്നാനെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയാറുണ്ട്. So he is often referred as the disciple that Jesus loved. എന്നാൽ പത്രോസിനെ യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറയുന്നത്. Peter was often called a disciple who loved Christ. എന്നാൽ യോഹന്നാനെ യേശു സ്നേഹിച്ചു. But John was someone Jesus loved. കാരണം യോഹന്നാന് ഒരു അനേക പ്രത്യേകതകളുണ്ടായിരുന്നു. There was some peculiarity about John. നമ്മൾ സുവിശേഷം മുഴുവൻ പഠിച്ചാൽ യോഹന്നാൻ എങ്ങും പെട്ടെന്ന് കയറി മറുപടി പറയുന്നതോ ചോദ്യം ചോദിക്കുന്നതോ ആയിട്ട് കാണുന്നില്ല. John, we never see him like abruptly answering something or just jumping in and saying anything. എന്നാൽ വളരെ ശാന്തമായി കർത്താവിനോട് കൂടെ ആയിരുന്നു. But he was a calm personality. He was always with the Lord. ഒടുവിലത്തെ അത്താഴത്തിൽ യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന ശിഷ്യനാണ് ഈ യോഹന്നാൻ. During the Last Supper, he was the one who rested on Jesus's bosom. ദൈവത്തിന് സ്തോത്രം. ഈ യോഹന്നാനാണ് യേശുവിനോട് ചോദിച്ചത്, നിന്നെ കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? And this John was the one who asked Jesus, who is the one who will betray you? ദൈവത്തിന് സ്തോത്രം. പലരും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത് ആരാണെന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. Many wanted to know that night who will betray Jesus. എന്നാൽ ആർക്കും ധൈര്യമില്ലായിരുന്നു ആ ചോദ്യം ചോദിക്കാൻ. But nobody had the confidence to ask that question. നമുക്ക് യേശുവിന്റെ സ്വഭാവം പഠിച്ചാൽ അറിയാം, മുഖം നോക്കാറില്ല, പെട്ടെന്ന് ഗൗരവത്തോടെ മറുപടി പറയുമായിരുന്നു. Jesus would not sugarcoat anything. He will say directly the way things are. അതുകൊണ്ട് ആരെങ്കിലും ഞാനാണോ കർത്താവേ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴേ യേശു നീ തന്നെയാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. So if someone asks Jesus, is it me who I betray? And what if Jesus says, yeah, you are the one? അങ്ങനെ പറയുമോ എന്ന് ഭയപ്പെട്ടായിരിക്കും 11 ശിഷ്യന്മാരും മടിച്ചിരുന്നപ്പോൾ യോഹന്നാൻ യേശുവിനോട് ചോദിച്ചു, അതാരാണ്? So because of that, all 11 other disciples were quiet, but John is the one who asked Jesus. എന്ന് പറഞ്ഞാൽ യേശുവിനോട് ആ ചോദ്യം ചോദിക്കാൻ അത്ര കോൺഫിഡൻസ് ഉള്ള, ധൈര്യമുള്ള ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. In other words, he felt close enough to be with Jesus to ask such a serious question. പത്രോസിന് കർത്താവുമായിട്ട് പറയുമ്പോൾ
കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് തിരിഞ്ഞു ചോദിക്കുന്നു, ഇവൻ എന്ത് സംഭവിക്കുമെന്ന്. തന്റെ പിന്നാലെ വരുന്ന ശിഷ്യനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇവനെ എന്ത് സംഭവിക്കുമെന്ന്. When Jesus told to Peter the suffering that he will go through, Peter asked Jesus, what will happen to this man, John? എന്നാൽ യേശു അതേറെ പറഞ്ഞു, അവൻ എന്തോ സംഭവിക്കട്ടെ, നീ എന്തിനാണ് അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത്? And at that time Jesus replied, don't worry about what happens to him. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, യോഹന്നാന്റെ മരണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ വരുവോളം അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ നിനക്കതിനെന്താണെന്ന് ചോദിച്ചു. So Jesus said, even till my coming back, if he's alive, what does that to do with you? അതുകൊണ്ട് ശിഷ്യന്മാര് പറഞ്ഞു, ഈ യോഹന്നാൻ മരിക്കയില്ലെന്ന്. So disciples believed that this John will not die. എന്നാൽ അതല്ല യേശു പറഞ്ഞത്. അങ്ങനെ ജീവിച്ചിരുന്നാൽ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ അതിൽ നിനക്കെന്താണെന്നാണ് ചോദിച്ചത്. But Jesus didn't mean that he will not die till he comes back, but that's how they interpreted it. എന്നാൽ ചരിത്രം ഒരു കാര്യം സാക്ഷീകരിക്കുന്നു, മറ്റ് ശിഷ്യന്മാരും ഒക്കെ കൊല്ലപ്പെട്ടു. എന്നാൽ യോഹന്നാൻ ഒരു സ്വാഭാവിക മരണം കൈവരിക്കുവാനിടയായി. But the history tells us, while all the other disciples were martyrs, this John was the only one who went through a natural death. ആദ്യം കൊല്ലപ്പെട്ടത് സ്തെഫാനോസാണ്. First martyr was Stephen. പിന്നീട് യാക്കോബ് വാളാൽ കൊല്ലപ്പെട്ടു. Then James died of the sword. തുടർന്ന് ശിഷ്യന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെടുവാനിടയായി. After that, the disciples one by one were martyred. സഭയുടെ ചരിത്രം തന്നെ മാറ്റപ്പെട്ടു. And the history of the church itself started changing. പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ സഭ ആരംഭിച്ചു. The church was birthed at the upper room on the day of Pentecost. വർഷങ്ങൾ ചിലത് കടന്നുപോയി. Many years passed by. സഭയുടെ കേന്ദ്രം യെരുശലേമായി പ്രവർത്തിച്ചു. And the capital or the headquarters of the church, Jerusalem, became the headquarters. എന്നാൽ സഭയ്ക്ക് പീഡനം നേരിട്ടു. യെരുശലേമിലുള്ള ശിഷ്യന്മാർ വിശ്വാസികളെല്ലാം ചിതറിപ്പോയി. But all of a sudden, the persecution broke out and the disciples started scattering from Jerusalem. സഭയുടെ കേന്ദ്രം അന്ത്യോക്യയായി മാറി. And from Jerusalem, the center of church became Antioch. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെയും പീഡയുണ്ടായി. But as the time progressed, persecution broke out in Antioch. വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് അന്ത്യോക്യ തലസ്ഥാനമല്ല. At the time Revelation was written, Antioch wasn't the center of church. അന്ന് ജീവനോട് ശേഷിച്ചിരിക്കുന്ന ഏക അപ്പോസ്തലൻ യോഹന്നാനാണ്. At that time, the only apostle who was alive was John. യോഹന്നാൻ ഏഷ്യ മൈനറിലുള്ള എഫെസോസ് സഭയുടെ അധ്യക്ഷനായിരിക്കുകയാണ്. At this time, this John was the chief administrator or the bishop of Asia Minor churches in Ephesus. ഈ അവസരമായപ്പോഴേക്ക് യോഹന്നാന് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. So around when this is happening, John was at least around 90 years old. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ സഭ ആരംഭിച്ചിട്ട് ഏതാണ്ട് 40ഓളം വർഷങ്ങളായി. So this is after the birth of church, almost 40 years later. ക്ഷമിക്കണം, 95 ഏതാണ്ട് 60 വർഷത്തോട് അടുത്തിട്ടുണ്ട്. So it's from the first day of Pentecost when the church was birthed. This is almost 60 years later. ഈ 60 വർഷം കൊണ്ട് സഭയ്ക്ക് വളരെയധികം മാറ്റം വന്നു. So in this 60 years, a lot of transformation took place within church. യെരുശലേം നശിപ്പിക്കപ്പെട്ടു. Jerusalem was destroyed. അതിന് ചുറ്റുപാടുമുള്ള ദൈവജനത്തിന് വളരെ പീഡയുണ്ടായി. And there was persecution all over the place. ഈ 1-ാം നൂറ്റാണ്ട് ഒടുവിലായപ്പോഴത്തേക്ക് സഭയ്ക്ക് ലോകമെമ്പാടും വലിയ പീഡനം അനുഭവിക്കേണ്ടി വന്നു. So around this time there was major persecution worldwide. ഈ അവസരത്തിൽ യോഹന്നാൻ ജീവനോടെ ഉണ്ട്, എഫെസോസിലെ അധ്യക്ഷനായി ഇരിക്കുകയാണ്. At this time John is the head of the church in Ephesus. എന്നാൽ യോഹന്നാനെ അവർ നോട്ടം വെച്ചു.
So now he started getting as a target. ഒരു പ്രത്യേക കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കട്ടെ. One more thing I want to remind. ആ കാലത്തും യേശു ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിരോധവുമില്ലായിരുന്നു. At that time, if people said Jesus is one of the gods, nobody had problem with that. യേശു ഒരു യഹൂദനായിരുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് ആ നിലയിൽ യേശുവിനോട് വിരോധമൊന്നുമില്ല. And if, as a Jewish people, if Jesus is one of God, they didn't have a problem with that. എന്നാൽ യേശു മാത്രമാണ് കർത്താവ് എന്ന് പറയുന്നതാണ് ലോകത്തിന് മുഴുവൻ എതിരായിരുന്നത്. And the problem the world always had and still has with Jesus is when we say Jesus is the only Lord. അന്നത്തെ റോമ കൈസർ ഇങ്ങനെ പറയുവാനിടയായി, ഞാനാണ് ദൈവം, അല്ലെങ്കിൽ അന്ന് റോമ സാമ്രാജ്യം ഭരിക്കുന്ന രാജാവിനെ ദൈവമായി അവരാരാധിച്ചിരുന്നു. So at that time, the ruler Emperor Caesar, he declared himself as the Lord, and people had to worship Caesar. എല്ലാവരും കൈസർ സീസർ റോമ ചക്രവർത്തി ദൈവമാണ് എന്ന് പറയണം എന്നവർ ആവശ്യപ്പെട്ടു. So it was required of the law that the king, who is known as Caesar, which is his title as the king, he is the Lord, and people had to bow to him. യോഹന്നാൻ ആ കാലത്ത് ദൈവത്തിന്റെ ജനം യേശു കർത്താവ് എന്ന് കൂടെ കൂടെ ഏറ്റുപറയുമായിരുന്നു. But the Christians, they used to say Jesus is the Lord. യേശു കർത്താവാണെന്ന് പറയാതിരിക്കാമെങ്കിൽ അവർക്ക് പീഡയൊന്നുമില്ല. അവരെ പോലീസ് പിടിച്ചാൽ, പട്ടാളം പിടിച്ചാൽ, യേശു ദൈവമാണ് അല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൈസറാണ് ദൈവം എന്ന് ഏറ്റുപറയാമെങ്കിൽ അവരെ വെറുതെ വിടുമായിരുന്നു. So the army or the soldiers, when they came, if they caught you, if you said Caesar is the Lord, you were free to go. But if you said Jesus is the Lord, you will be persecuted. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം എന്ന് പൗലോസ് പ്രത്യേകിച്ച് പറഞ്ഞത്. That's why Paul said it as a doctrine. You have to confess with your mouth that Jesus is the Lord in order to receive Jesus as your personal savior. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുവാൻ കാരണം അതാണ്, യേശുവാണ് കർത്താവ്. That is the historical context why we confess Jesus as the Savior, then we become the child of God. ഈ 21ാം നൂറ്റാണ്ടിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, യേശു ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ ഒരു പീഡയും ഉണ്ടാകില്ല, ഒരു പ്രയാസം ഉണ്ടാകില്ല. Even today in 21st century, if we say Jesus is one among gods, there will not be any persecution. ഏത് സ്ഥലത്ത് നിന്നുകൊണ്ടും യേശു ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ ആരും നമ്മെ ചോദ്യം ചെയ്യില്ല. Nobody will bother us, nobody will question if we go along with the world and say Jesus is one among gods. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശു മാത്രമാണ് ദൈവമെന്ന് പറയുമ്പോഴാണ് എതിരാളികൾ നമുക്കെതിരെ എഴുന്നേൽക്കുന്നത്. But the opposition arises when we say Jesus is the only Lord. യേശു കാൽവറിയിൽ മരിച്ചത് കൊണ്ടാണ്, അഥവാ അവന്റെ രക്തച്ചൊരിച്ചിൽ കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടായത്. It's because of the death of Jesus and the shed blood of Jesus on the cross of Calvary that gave the redemption from our sins. യേശു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്നു. Jesus was the sacrifice for our sin. അവന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. We were purchased by his blood. ഇത് ഏറ്റുപറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And that's what God wants us to confess. പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുവാനാണ്. God sent his son Jesus into the world to die as a sacrifice for our sins. ലോകത്തിൽ ജനിക്കുന്നവരൊക്കെ ജീവിക്കുവാൻ വേണ്ടിയാണ്. Everyone born in the world wants to live in this world. എന്നാൽ യേശു ജനിച്ചത് മരിക്കുവാൻ വേണ്ടിയാണ്. But Jesus was born in order to be a sacrifice for the world. യേശു മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. Jesus came into the world as a remedy for our sins. കാൽവറിയിൽ
കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും അവനെ മരിക്കാതെ രക്ഷപ്പെടുത്തുവാൻ സാത്താൻ വളരെയധികം ശ്രമിച്ചു. Satan tried his level best that Jesus shouldn't die on the cross. തന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കുറ്റവാളിയിൽ ഒരുവൻ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ നീ ഒന്ന് താഴോട്ടിറങ്ങ്, ഞങ്ങളെ കൂടെ രക്ഷിക്കാൻ പറഞ്ഞു. Two criminals who were next to Jesus on the cross, next to Jesus, one of them challenged Jesus, if you are the Lord, come off the cross. മാനുഷികമായ ചിന്താഗതിയിലാണെങ്കിൽ യേശുവിന് അന്നേരം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ക്രൂശിൽ കിടന്ന മറ്റവരെയും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. And practically Jesus could rescue himself and rescue the other people. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. But Jesus committed himself towards death. അവൻ ക്രൂശിൽ മരിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകില്ലായിരുന്നു. But if he did not die on the cross, we will not have redemption from our sins. അവന്റെ മരണത്താലാണ് നമ്മുടെ മരണം നീങ്ങിപ്പോയത്. It's because of his death, our death has been taken away. നമ്മുടെ മരണം മാറ്റുവാൻ, നീക്കുവാൻ അവൻ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. In order to save us from our eternal death, he tasted the death. കർത്താവ് അതാണ് ചെയ്തത്. That's what the Lord did for us. എന്നാൽ അതിനെ മറച്ചു പിടിച്ചാൽ ദൈവത്തിന് സ്തോത്രം, പിശാചിന് ഒരു വിരോധവും. So if you hide that truth, enemy has no objection. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മറച്ചു പിടിച്ചാൽ പിശാചിന് ഒരു വിരോധവുമില്ല. Dear brothers and sisters, I want to tell you, if you hide the death and the cross of Jesus, nobody has a problem with you. Even Satan has no problem with you. ഈ കാലത്ത് അനേക ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ, സുവിശേഷകന്മാരെ പോലും പിശാച് വഞ്ചിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ മറച്ചു പിടിക്കുവാനാണ്. And now even big evangelists and lot of people, they hide the death of Jesus on the cross. യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ പറയരുത്, അത് പറയുന്നത് മനുഷ്യന് വേദന ഉണ്ടാക്കുകയുള്ളൂ, പ്രയോജനം ഉണ്ടാകില്ലെന്ന് വരെ പറയുന്ന വ്യക്തികളുണ്ട്. And now people have a belief, if you talk about the suffering of what Jesus went through on the cross, it only bothers people and they feel very depressed from all that. So don't share that. എന്നാൽ ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ മരണത്താലാണ് നമ്മുടെ മരണം നീങ്ങിപ്പോയത്. But because of the death of Jesus, is our death has been, we are separated from that. നമുക്ക് പറയുവാനുള്ളത്, യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നാണ്. And this is our daily confession that Jesus died for our sins. രണ്ട് കാര്യങ്ങൾ നമ്മുടെ സാക്ഷ്യത്തിൽ ഉണ്ടായിരിക്കണം. There are two things that has to be in our testimony. മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ദൈവമാണ്. First of all, that Jesus who came as a man into this world, ദൈവത്തിന് സ്തോത്രം, യേശു ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. this Jesus who came, he is God and he came to die for my sin. യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നവര് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൽ നിന്നുള്ളവരല്ല. If you take away the lordship of Jesus, you are not from the Lord. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മറച്ചു വെക്കുന്നവര് ദൈവത്തിൽ നിന്നുള്ളവരല്ല. Hiding the cross, the death of cross is not of the Lord. സുവിശേഷത്തിന്റെ കാതലായ വിഷയം യേശു ദൈവമാണെന്നും ദൈവത്തിന് സ്തോത്രം യേശു മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്നും ഉള്ള രണ്ട് കാര്യങ്ങളാണ്. The essence of the New Testament or Gospels is that Jesus is Lord and this Lord died for our sins. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇതിന് വിപരീതമായി പ്രസംഗിക്കുന്ന വ്യക്തികൾ എഴുന്നേറ്റു. First century itself, there were preachers who started preaching against this. യേശുക്രിസ്തു ഒരു മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ചവരുണ്ടായി. So they started teaching Jesus was just a mere human. യേശുക്രിസ്തു ലോകത്തിലായിരിക്കുമ്പോൾ അവൻ മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ടായി. There are people who said when he was in the world, he was just a man. യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന പലരും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എഴുന്നേറ്റു. From first century itself, the lordship or divine nature of Jesus was somehow removed. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതുമ്പോൾ
യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് എഴുതുവാൻ തുടങ്ങിയത്. That's why Apostle John in Gospel, he started establishing that Jesus is divine. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. In the beginning was the word was with God, and the word was God. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. And the word became flesh, it was full of mercy, and it dwelt among us. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. And we saw the glory of the one who came as the only begotten of the Father. ഈ കാലത്ത് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ മാനുഷികമായ ചിന്താഗതിയിൽ നാം ചിന്തിച്ചു പോയേക്കാം. Humanly, when we look about Son of God, maybe we interpret it in our own way. എന്നോടൊരിക്കൽ ഒരാൾ ചോദിക്കുവാനിടയായി, അപ്പനും മകനും ഒരു പ്രായമാണോ? Someone asked me, the father and son, are they the same age? ഒരിക്കലും എന്റെ മകൻ എന്നെ പോലെ ആയിരിക്കാൻ സാധ്യമല്ല. There is no way the father and son can be of same age. നിശ്ചയമായിട്ടും എന്റെ മകനും ഞാനുമായി പല കാര്യത്തിലും ഡിഫറൻസ് ഉണ്ട്. So there is difference between a father and son. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിതാവും പുത്രനും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. But when we look at the divine nature, there is no separation between father and son. ദൈവം എന്നുള്ള പഴയ നിയമ പ്രയോഗത്തിൽ ദൈവത്തിന് സ്തോത്രം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്. In Old Testament itself, we see the Trinity, the Father, the Son, and the Holy Spirit. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning, God created the heavens and the earth. അവിടെ പറഞ്ഞിരിക്കുന്നത് ആദിയിൽ എലോഹീം ശക്തന്മാർ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. So in the beginning, God, when we use the term God, used is Elohim, which is a plural word. ദൈവത്തിന്റെ സ്തോത്രം. മാനുഷികമായി നമ്മുടെ ഭാഷയിൽ അത് പ്രയോഗം ശരിയല്ല. In our regular context, we don't use words like that. എന്നാൽ ദൈവിക പദ്ധതിയിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം എന്നുള്ളത് തൃത്വത്തെ കാണിക്കുന്നതാണ്. So Elohim shows the plurality, which includes the Trinity, the Father, the Son, and the Holy Spirit. അതുകൊണ്ട് ആദിയിൽ എന്ന് ദൈവമെന്ന് പറയുന്നോ അന്ന് പുത്രനുമുണ്ട്. So when in the beginning, when we mention God, the Son is with him. അന്ന് പരിശുദ്ധാത്മാവുമുണ്ട്. And the Holy Spirit is also with him. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാനും പിതാവും ഒന്നാണെന്ന്. That's why Jesus said, the Father and me, we are one. നമ്മുടെ കർത്താവ് ഒരു നിത്യപുത്രനാണ്. Our Jesus is an eternal son. പിതാവ് നിത്യപിതാവാണ്. Father God is the eternal Father. നിത്യപിതാവാകണമെങ്കിൽ എന്ന് ദൈവമുണ്ടോ അന്ന് പുത്രനുമുണ്ട്. So as an eternal relationship, as soon as the Father is there, the Son is also there. പുത്രനും പിതാവും രണ്ട് പ്രാവശ്യം ഉണ്ടാകുന്നതല്ല, രണ്ടും സ്വയംഭൂവാണ്. ദൈവത്തിന് സ്തോത്രം. പിതാവും പുത്രനും ഉണ്ടായതല്ല, അവൻ ഉണ്ടായിരുന്നതാണ്. It's not that the Father created the Son or he came into existence, but they are self-existent, and Father and Son were together. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിത്യനായ ദൈവത്തിന്റെ നിത്യപുത്രനാണ് യേശു. So eternal Father's eternal Son is Jesus. ഈ നിത്യപുത്രനാണ് ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചത്. This eternal Son came into this world to die for our sins. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. That's why John introduces in John chapter 1 verse 1, in the beginning was the word was with God, and the word was God. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. That word became flesh and dwelt among us with truth and mercy. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. And we saw his glory as the one from whom the Son of God. ദൈവത്തിന് സ്തോത്രം. അവിടെ ഏകജാതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആദ്യജാതൻ എന്നല്ല.
it says the only begotten son, not the firstborn son. അതുകൊണ്ട് ദൈവത്തിന് ഒരു മകനേ ഉള്ളൂ. So God has only one son. അത് മകനായി ജനിച്ചതല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നുണ്ടോ അന്ന് പുത്രനുമുണ്ട്. So as soon as God exists, the Son exists. അന്ന് പരിശുദ്ധാത്മാവുമുണ്ട്. And Holy Spirit exists. അതുകൊണ്ട് നിത്യനായ പുത്രനാണ് ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചത്. So this eternal Son came into this world and died for our sins. ഈ നിത്യപുത്രനായ യേശുവിനെ ദൈവമാണെന്ന് തെളിയിക്കുവാനാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയത്. And John wrote the gospel to prove the divinity of Jesus. തന്റെ ലേഖനങ്ങളിലും അത് താൻ സ്ഥാപിക്കുന്നു. And he establishes it in the epistles also. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചത് പ്രസംഗിച്ചത് ദൈവത്തിന് സ്തോത്രം യോഹന്നാനാണ്. So John is the one who clearly teaches us about divinity of Jesus. മറ്റ് അപ്പോസ്തലന്മാരും എഴുത്തുകാരും യേശുവിന്റെ ദൈവത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. And other disciples, they talked about the divinity of Jesus. എന്നാൽ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥാപിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതി. So he established the divinity of Jesus. ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ദൈവത്തിന് സ്തോത്രം വളരെ വ്യക്തമായിട്ട് എഴുതിയ അപ്പോസ്തലനാണ് യോഹന്നാൻ. So John is the one who detailed way explained to us about the divinity of Jesus. ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പലരും രംഗപ്രവേശം ചെയ്തു. So at the end, close of the first century, lot of people rose up to cut the divinity of Jesus. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മറവി എന്നുള്ളത്. One of the blessings that humanity has is that they forget things. മറക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം. If you can forget things, that's a blessing. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതാണ്. When we lose a loved one, that brings us a lot of sorrow. എന്നാൽ മരണം കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ ഒത്തിരി തണുത്തു പോകും. So after someone passes, after a few days, all that sorrow and grief is over, calms down. അതിന്റെ കാരണം നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ആ വേർപാടിന്റെ രംഗം മാറിപ്പോകുന്നതാണ്. So we forget a lot of things that happened at the time of death. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് പലരോടും പ്രയാസം തോന്നാറുണ്ട്. Sometimes we are not happy with some people. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നു പോകും. After a while, we tend to forget those things. ഇങ്ങനെയുള്ള മറവി എന്നുള്ളത് ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹം. And it's good to forget certain things, and it's a blessing from the Lord. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം, നല്ല കാര്യങ്ങൾ ഓർക്കേണ്ടതും പലതും മറന്നുപോയെന്ന് വരും. But good things has to be remembered, and sometimes good things are forgotten more often. യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുത പ്രവർത്തികൾ ചെയ്തു. When Jesus was on this earth, he did amazing miracles that no humans could perform. താൻ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. When Jesus came out of the water after baptism, the sound came, "This is my beloved son, in whom I am well pleased." മലയിൽ വെച്ചും ഇതേ ശബ്ദം ഉണ്ടായി. And the same sound came in the mountain of transfiguration. ഇത് കേട്ട പല ശിഷ്യന്മാരും ജീവിച്ചിരുന്നു. Many of these disciples were alive who heard this voice. പക്ഷേ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ആ സംഭവം പലരും മറന്നിരിക്കാം. By the turn of the century, people started forgetting these facts. വെള്ളം വീഞ്ഞാക്കിയ ഒരു അനുഭവം ചരിത്രത്തിൽ അതിന് മുമ്പുണ്ടായിട്ടില്ല, പിന്നെയും ഉണ്ടായിട്ടില്ല. Water turning into the wine never happened before or after. എന്നാൽ കർത്താവ് തന്റെ അത്ഭുതങ്ങളുടെ തന്റെ പ്രവൃത്തിയുടെ ആരംഭമായി ചെയ്തത് അതാണ്. But Jesus started his miracles with that. എന്നാൽ ദൈവത്തിന് സ്തോത്രം കുറച്ചു കഴിഞ്ഞപ്പോൾ അവരത് മറന്നു. After that, we see people forgot about that. ലാസറിനെ ഉയർപ്പിച്ചു,
അവരത് കണ്ടതാണ്. പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു, ഹൃദയങ്ങളിൽ നിന്നും അവൻ മാറിപ്പോയി. Lazarus was raised from death, and after some time that also was forgotten. യേശുക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നത് കണ്ട അനേക ശിഷ്യന്മാരുണ്ട്. Many disciples who witnessed the death of Jesus. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മറക്കാൻ തുടങ്ങി. After a while they started forgetting that also. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിൽ കണ്ടവരാണ് പലരും. Many witnessed the risen Jesus. പൗലോസ് ഇങ്ങനെ എഴുതി, ദൈവത്തിന് സ്തോത്രം, അവൻ അനേകർക്ക് പ്രത്യക്ഷനായി, ഒടുവിൽ 500-ലധികം പേർക്ക് ഒന്നിച്ച് പ്രത്യക്ഷനായി. And the Bible says he appeared to many, and he appeared to around 500 people together. ഇന്നും അവരിൽ പലരും And ജീവിച്ചിരിക്കുന്നു. many of them are alive right now. ലേഖനം എഴുതുമ്പോൾ യേശുവിനെ സ്വർഗാരോഹണം ചെയ്യുന്നതായി കണ്ട പലരും ദൈവത്തിന് സ്തോത്രം ജീവനോടെയുണ്ട്. And in the epistles, many who saw Jesus' resurrected body, they were alive at this time. യോഹന്നാൻ യേശു ഉയരത്തിലേക്ക് എടുക്കപ്പെടുന്നത് നേരിൽ കണ്ടതാണ്. And John is someone who had witnessed Jesus ascending. എന്നാൽ പലരുടെയും ഹൃദയത്തിൽ നിന്ന് അത് വിട്ടുപോയി. And many people started forgetting about the ascension of Jesus. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം പറയുവാൻ, യേശു ദൈവമാണെന്ന്, അഥവാ യേശുക്രിസ്തു രക്ഷിതാവാണെന്ന്, യേശുക്രിസ്തു മശിഹായാണെന്ന് സാക്ഷ്യം പറയുവാനായി ദൈവത്താൽ നിയോഗിച്ച് അയക്കപ്പെട്ട വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ. John the Baptist was sent into the world to proclaim that Jesus is the Messiah. യേശു സ്നാനപ്പെട്ട് ഉയർന്നു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ സ്വർഗീയ ശബ്ദം യോഹന്നാൻ കേട്ടതാണ്. And John the Baptist heard the voice of the Lord when Jesus took the water baptism. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. And John testified twice that behold the lamb that takes away the sin of the world. തന്റെ ശിഷ്യന്മാർ പലരും യേശുവിന്റെ ശിഷ്യന്മാരായി പോയപ്പോൾ അതിൽ സന്തോഷിച്ചതാണ് യോഹന്നാൻ. And John was happy when some of his disciples left to be disciples of Jesus. യോഹന്നാൻ പറഞ്ഞു, മണവാട്ടിയുള്ളവൻ മണവാളൻ, മണവാളന്റെ സ്നേഹിതൻ അവന്റെ ശബ്ദം കേട്ട് സന്തോഷിക്കുന്നു എന്ന്. And John is the one who said, when the bridegroom is there, his friends, they are happy that these things are happening. യോഹന്നാൻ പറഞ്ഞത് പ്രവചനപരമായി ദൈവത്തിന്റെ സഭ കർത്താവിന്റെ മണവാട്ടിയാണ് എന്ന് ഏറ്റുപറയുകയായി. And John was prophetically saying the church is the bride of Christ. എന്നാൽ പഴയ നിയമ പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ മണവാട്ടി അല്ല, മണവാളന്റെ സ്നേഹിതനാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. So John was saying, who was part of Old Testament, he was a friend of the groom, but the church is the bride of the groom. എന്നാൽ ഇത്ര വെളിപ്പാടുണ്ടായിരുന്ന യോഹന്നാൻ താൻ ജയിലിലായിരിക്കുമ്പോൾ, തടവറയിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ അയച്ചു ചോദിപ്പിച്ചു, വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ ഇനി വേറൊരുത്തനെ നോക്കിയിരിക്കണോ? So this John, who had such a great revelation, when he was in isolation, he sent forth his disciples to ask a question, are you the Messiah or are we waiting for someone else? ചിലപ്പോൾ നമ്മളും അങ്ങനെ നാം പലപ്പോഴും യോഹന്നാനെ അതിൽ കുറ്റം പറയാറുണ്ട്. We may blame John for doing that. എന്നാൽ ദൈവത്തിന് സ്തോത്രം, തന്റെ അന്നത്തെ അവസ്ഥയിൽ മനുഷ്യനായി യോഹന്നാൻ സംശയിച്ചു പോയി. As a human, John the Baptist, he questioned that. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എത്ര പ്രാവശ്യം നമ്മുടെ കർത്താവിനെ സംശയിച്ചിട്ടുണ്ട്? Dear children of God, how many times have we questioned God? നമ്മൾ വിശ്വസിച്ചത് ശരിയാണ്. It is true what you believe. നാം സ്നാനപ്പെട്ടത് ശരിയാണ്. It's true you took water baptism. നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് ശരിയാണ്. It's true we got filled with the Holy നാം Spirit. ഏറ്റുപറഞ്ഞത് ശരിയാണ്. It's true our confession is true. യേശുക്രിസ്തു പാപത്തിനു വേണ്ടി മാത്രമല്ല രോഗത്തിനു വേണ്ടി മരിച്ചു എന്ന് നാം ഏറ്റുപറയാം. We even confess Jesus not only died for our sins, he died for our sickness as well. ഇത് നാം വെറുതെ പറയുന്നതല്ല. It's not something we just simply say. ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. We
truly believe that. എങ്കിലും ചിലപ്പോൾ നമ്മുടെ രോഗത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതിരിക്കുമ്പോൾ എന്റെ വിശ്വാസം തെറ്റാണോ എന്ന് ചോദിച്ചു പോയിട്ടില്ലേ? So at the time when we don't get the answer we are waiting for, don't we question God? നാം ആത്മാവിൽ നിറഞ്ഞ് ദൈവം സംസാരിച്ചിട്ടുള്ള സമയം, We have spoken in tongues after getting filled with the Holy നാം Spirit. ചിലപ്പോൾ സംശയിച്ചിട്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു പോയിട്ടില്ലേ? In doubt, haven't we questioned what is happening, Lord? നാം ആഴത്തിൽ വിശ്വസിച്ച എത്രയെത്ര കാര്യങ്ങളെ നാം സംശയിച്ചിട്ടുണ്ട്. How many things we have questioned what we truly believe? ഇതൊക്കെയും മാനുഷികമാണ്. These are human. എന്നാൽ ആ അവസരത്തിൽ നമ്മെ അവിടെ താങ്ങി നിർത്തുന്നത് നമ്മുടെ കർത്താവാണ്. It's during that question season, Jesus is the one who sustains us. നമ്മെ ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Holy Spirit establishes us. നാം പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. Many times we have grieved the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃപയോടെ കരുണയോടെ അവൻ നമ്മെ ആശ്വസിപ്പിച്ച് ഉണർത്തി താങ്ങി നടത്തുന്നത് കൊണ്ടാണ് നാം ഇന്നും ദൈവമക്കളായി തുടരുന്നത്. In spite of our grieving the Holy Spirit, He has still sustained us. That's why we are alive. അത് ദൈവത്തിന്റെ കൃപയാണ്. That is the grace of God. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളും പലരും ഇതനുഭവിച്ചു. First century disciples went through that. സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് ഉയരത്തിലേക്ക് നോക്കി കർത്താവിനെ കണ്ടു. Stephen, when he was getting stoned, he looked up and he saw the Lord. എന്നാൽ ഇത് കണ്ട ഒരു വിശ്വാസി ഒരുപക്ഷെ ചോദിച്ചേക്കാം, ഇവിടെ സ്തേഫാനോസിനെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ലേ? At that time, reading, we can think like, couldn't God have saved Stephen? അനേകരെ കാട്ടുമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത് കാട്ടുമൃഗങ്ങൾ പറിച്ചു കീറുന്നത് കണ്ട വിശ്വാസികൾക്ക് ദൈവമേ ഇവരെ വിടുവിപ്പാൻ നിനക്ക് കഴിവില്ലേ എന്ന് ചോദിച്ചു കാണുകില്ലേ? When the saints were fed to the lions and wild beasts, people could have asked, can't God save this person? അന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളുടെ നടുവിൽ അനേക വിശ്വാസികൾ ക്ഷീണിച്ചു പോയിട്ടില്ലേ? In that persecution, many disciples, many children of God lost their faith. മരണം ഭയപ്പെടാതെ മരണമേറ്റുവാങ്ങിയ അനേക ദൈവമക്കൾ അക്കാലത്തുണ്ട്. People were not afraid of death and they became martyr in first century. എന്നാൽ അത് കണ്ടുകൊണ്ടുവന്ന ചിലരെങ്കിലും ഇതെന്താണെന്ന് ചോദിച്ചിട്ടില്ലേ? And many people might have asked, what is all this? എന്തിന് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയും? Can we question them? നാം അവരെക്കാൾ ശക്തരൊന്നുമല്ല. We are not stronger than them. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ നിൽക്കുന്നത് കൃപയാണ്. Today when we stand, I often remember it's just the grace of God. ദൈവത്തിന് സ്തോത്രം. എത്രയെത്ര വട്ടം ഞാൻ ആത്മീയ ഗോളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. There were so many circumstances in which I could have lost the faith and the circle of faith. എന്നാൽ അവിടെയൊക്കെ സ്നേഹത്തോടെ എന്നെ താങ്ങിയെടുത്ത് ഇതുവരെയും നിലനിർത്തിയ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. But in spite of that, I thank God who sustained me through that. 1-ാം നൂറ്റാണ്ടിലെ ദൈവജനം അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നു. The first century children of God went through a lot of troubles. ഇതിനിടയിൽ ഭക്തന്മാരെന്ന് അപ്പോസ്തലന്മാരെന്ന് പേരെടുത്ത പല വ്യക്തികളും കടന്നു വന്ന് യേശു ദൈവമല്ല മനുഷ്യനാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. So people started coming into the scene and started teaching Jesus is not God, he was man. അനേകര് അവരുടെ തെറ്റായ ഉപദേശത്തിന് കീഴ്പ്പെട്ട് തെറ്റുവാനിടയായിട്ടുണ്ട്. And many went into false teaching at that time. ഇതിന്റെ പരമകാഷ്ഠയിലാണ് യോഹന്നാനെ കൈസർ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. At the peak of that is when this John was sent to the island of Patmos. യോഹന്നാൻ അനുഭവിച്ച അനേക പീഡനങ്ങളെ കുറിച്ച്
ചരിത്രം സാക്ഷീകരിക്കുന്നുണ്ട്. History talks about all the persecution that John went through. നിങ്ങളൊക്കെ അനേക കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും. You may have read many of the things that happened to John. അതിനെ റിപ്പീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to go into that right now. അതിന്റെ ഒടുവിലത്തെ രംഗമായിട്ടാണ് യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. And it was towards the end that John was sent to the island of Patmos. ഏഷ്യ മൈനറിന് പടിഞ്ഞാറ് വശത്തുള്ള ഈജിയൻ കടലിലെ ഒരു ദ്വീപ്. Patmos is an island in Aegean river. അനേകർ ഉൾക്കടൽ കടലിലെ ഈജിയൻ കടലിലെ See. ഈ യോഹന്നാൻ പത്മോസിൽ ഏകനായിരിക്കുന്ന അവസരം, When John was alone in this island, തന്റെ ഹൃദയത്തിൽ കൂടെ അനേക ചിന്തകൾ കടന്നുപോയിട്ടുണ്ട്. many thoughts went through his mind. കർത്തൃദിവസത്തിൽ അവൻ ആത്മവേശൻ. On the day of the Lord, he became full of the Spirit. യോഹന്നാനെ കുറിച്ച് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: വൃദ്ധനായപ്പോൾ തനിയെ യാത്ര ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ട് ഞായറാഴ്ച രാവിലെ ശിഷ്യന്മാർ വന്ന് തന്നെ എടുത്തുകൊണ്ട് സഭായോഗത്തിന് പോകുമായിരുന്നു. So John was very old at this time and he couldn't go to church. So disciples will come and carry him on the shoulder and bring him into the church. ആ ചർച്ചിൽ വന്നിരുന്നു കൊണ്ട്, ആരാധന സ്ഥലത്ത് വന്നിരുന്നു കൊണ്ട് തന്റെ പ്രസംഗത്തിന്റെ സംക്ഷിപ്ത ഇതാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. And John would preach the same thing: children, love one another. അത് കേൾക്കാൻ അവിശ്വാസികൾ കാത്തിരുന്നു. And the believers waited for him to come and preach about love. ഈ ഭക്തനായ ദൈവത്തിന്റെ ദാസനെയാണ് പത്മോസിലേക്ക് നാട് കടത്തിയത്. And this man was exiled into the island of Patmos. പത്മോസിൽ തന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനുമില്ല. When he was in island of Patmos, he was all by himself. തനിക്ക് തന്റെ കാര്യങ്ങളൊന്ന് പറയാൻ ഒരു മനുഷ്യനുമില്ല. And there was no one there with whom he could have a conversation. ചുറ്റുപാടും മരിച്ചവരുടെ അസ്ഥികൾ ചിതറിക്കിടപ്പുണ്ട്. And if you look around, there were people who were exiled earlier. Their skeletons were around. ഞായറാഴ്ച ഒരു കർത്തൃദിവസം രാവിലെ യോഹന്നാൻ താൻ യേശുവായി ഒന്നിച്ച് ചിലവഴിച്ച സമയങ്ങളെ ഓർത്തു. And on the Lord's day, John started remembering how he spent time with Jesus. ഒരുപക്ഷേ ബാല്യകാലം മുതൽ യേശുവായിട്ടുള്ള തന്റെ ബന്ധം താൻ ഓർത്തിരിക്കും. And he was remembering his time with the Lord. യേശുവിന്റെ ക്രൂശ് മരണം അടുത്ത് നിന്ന് കണ്ടത് താൻ ഓർത്തു. And he remembered how Jesus died on the cross because he was at the foot of the cross. മറിയ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത് അവൻ ഓർത്തു. അവൻ ഓടിക്കല്ലറയ്ക്കലെത്തിയത് താൻ ഓർത്തു. He remembered how Mary came and said, Jesus is risen from the dead, and how he ran towards the tomb. അവിടെ തുറക്കപ്പെട്ട കല്ലറയെ അവൻ കണ്ടു. He had seen the open tomb. പല അവസരത്തിൽ യേശുവിനെ, പിന്നീട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവൻ കണ്ടു. And he had witnessed this risen Jesus many times. അവൻ സ്വർഗാരോഹണം ചെയ്തത് യോഹന്നാൻ കണ്ടു. He had seen the ascension of Jesus. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ ജനം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ഒന്നിച്ചുകൂടി ആരാധിച്ചത് അവൻ ഓർത്തു. He remembered how the children of God gathered together on the first day of the week. ഇത് സ്വർഗരാജ്യത്തിൽ നിറവേറുവോളം ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ അനുഭവിക്കയില്ലെന്ന് യേശു പറഞ്ഞത് അവൻ ഓർത്തു. And he remembered how I will not go through the suffering till the kingdom comes. കർത്താവ് വരുവോളം, ദൈവത്തിന് സ്തോത്രം, ഈ മേശ ആചരിക്കുമ്പോൾ കർത്താവ് വരും, അവനുമായി ഒന്നിച്ച് മേശയിൽ പങ്കെടുക്കുന്ന കാര്യം ഓർത്തു. And he remembered the table of the Lord, how it says you do it till the coming of the Lord. അവൻ ആ അവസരത്തിൽ താനായിരിക്കുന്ന ചുറ്റുപാടുകളെല്ലാം മറന്ന് കർത്താവിന്റെ വരവെങ്കിൽ അവനുമായി ഒന്നിച്ച് പന്തിഭോജനം കഴിക്കുന്നത് അവൻ ആത്മാവിൽ കണ്ടു. And he saw the marriage supper of the Lamb, how the Lord will come and take him from here. അവൻ ആത്മവിവശനായി. And he was in the fully of the Spirit. ഈ ആത്മവിവശതയിൽ കണ്ട
ദർശനമാണ് വെളിപ്പാട് പുസ്തകം. And Revelation is a book that he saw in his spirit at that time. ദൈവത്തിന് സ്തോത്രം. 1-2 വാചകങ്ങൾ യോഹന്നാൻ തന്റേതായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. There are only few things John mentioned from his own. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നവൻ പറഞ്ഞു. He said, on the day of the Lord I was in the spirit. ഈ പുസ്തകം വായിക്കുമ്പോൾ തന്റെ വാക്കുകൾ പ്രത്യേകിച്ച് തിരിച്ചറിയുവാൻ കഴിയും. And when you read the book, you can remember his words. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിലെ മിക്ക വാക്കുകളും വാചകങ്ങളും അനുഭവങ്ങളും തന്റേതല്ല, തനിക്ക് ലഭിച്ചതാണ്. Majority of the words in the book of Revelation is not his own, he received from the Lord. യേശുക്രിസ്തു തനിക്ക് വെളിപ്പെട്ട വിവരമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. And what Jesus revealed to him, the message is what he wrote in this book. അതുകൊണ്ട് ഈ പുസ്തകത്തെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് എഴുതിയിരിക്കുന്നു. That's why it says it's the revelation from Jesus Christ. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. Sometimes it's hard to understand this. ഇതിന്റെ ഭാഷാ പ്രയോഗം നമ്മുടെ സാധാരണ ഭാഷാ പ്രയോഗമല്ല. And the words used are not the common words. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ 6-ാം അധ്യായം മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഉപമാനം പോലെ ദൈവത്തിന് സ്തോത്രം ദൃഷ്ടാന്തങ്ങളായിട്ട് എഴുതിയിരിക്കുന്നതാണ്. And many of the chapters are very allegorical. അതുകൊണ്ട് അത് ആ നിലയിൽ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പുസ്തകം മനസ്സിലാക്കുവാൻ കഴിയും. So when you understand what those means, then only you understand the book. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. 1-ാം അധ്യായം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. So chapter 1 is a very good introduction. എന്നാൽ 2-3 അധ്യായങ്ങൾ 7 സഭകൾക്കുള്ള ഉപദേശങ്ങളാണ്. So chapter 2 and chapter 3 are the message to 7 churches. 4-5 അധ്യായങ്ങൾ ഭൂമിയിലല്ല സ്വർഗത്തിൽ സഭയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വിഭജനമാണ്. And chapter 4 and chapter 5 doesn't happen on earth. It's what happens in heaven for all the churches, how they get the reward. എന്നാൽ 6-ാം അധ്യായം മുതൽ മഹോപദ്രവകാലത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. And from chapter 6 is a time of tribulation. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ മനസ്സിലാക്കുവാൻ ദാനിയേൽ പ്രവചനത്തിലെ ചില അധ്യായങ്ങൾ കൂടെ ചേർത്ത് പഠിക്കണം. From chapter 6 to 19, to understand it, we have to correlate with the book of Daniel. ഈ അങ്ങനെ പഠിച്ചാൽ മഹോപദ്രവകാലത്തിന്റെ ശരിയായ ഒരു വിശദീകരണം നമുക്ക് ലഭിക്കും. So when we compare and study, we will understand the time of tribulation. മഹോപദ്രവത്തിന്റെ ഒടുവിൽ കർത്താവും സഭയുമായി ലോകത്തിലേക്ക് കടന്നു. At the end of tribulation, Lord will come to this earth with the church. പിന്നീട് നടക്കുന്ന അന്ത്യ സംഭവങ്ങളാണ് ഒടുവിലത്തെ 2-3 അധ്യായങ്ങൾ. And the last few chapters talk about what happens when Lord comes back to the earth with the church. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം പഠിക്കുകയാണെങ്കിൽ ഈ പുസ്തകം പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. So when you correlate and study, it's very easy to understand this book. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകം വായിച്ച് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്. The one who reads and listens to this book is a blessed one. വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്. Even the one who reads it to you is blessed. ദൈവത്തിന് സ്തോത്രം. ഇത് അനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ്. The one who obeys this book is also blessed. ഇതുപോലെ അനുഗ്രഹം എന്ന് എഴുതിയിരിക്കുന്ന വേറെ ഒരു പുസ്തകമില്ല. There is no other book that talks so much about blessing. ആകയാൽ വെളിപ്പാട് പുസ്തകത്തെ ആരും ഇഗ്നോർ ചെയ്യാനിടയാകണം. So don't ignore the book of Revelation. ഇത് ദൈവികമായ വെളിപ്പാടാണ്. It's God's revelation. ഇത് നാം പ്രാപിക്കേണ്ടതാണ്. This is something we should receive. ഇത് നാം പഠിക്കേണ്ടതാണ്. This is something we should study. ഇത് നാം അനുഭവിക്കേണ്ടതാണ്. This is something we should experience. ദൈവത്തിന് സ്തോത്രം. നാം ഇതിനെ അനുസരിച്ചാൽ നമുക്ക് മഹാപ്രതിഫലമുണ്ട്. When we believe and follow it, we have a reward for that. ഇതിലാണ് നമുക്കുള്ള പ്രതിഫലങ്ങൾ എഴുതി. All the rewards that we will receive is mentioned in this book. അതുകൊണ്ട് ഈ ദൈവവചനത്തെ സൂക്ഷ്മമായി പഠിച്ച് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. So may we study carefully this book and understand what God has entrusted for us and kept for us. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തരുന്ന സമയങ്ങൾ അനുസരിച്ച്
തുടർന്നും നമുക്ക് ചിന്തിക്കാം. So as God permits the time, I will go more into detail in studying this book. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us with these words. Amen. Hallelujah. We just had a brief introduction from the book of Revelation. And God willing, Pastor P. Thomas will be teaching us further in the coming few sessions. So let's just stay focused in your personal time. Please read the book of Revelation so that when things are explained, it makes sense to you. So I know it's not a book that everybody reads consistently, but let's read some of the chapters if possible tonight itself. So tomorrow when he shares from the book of Revelation, it will be a blessing. Amen. Hallelujah. God has been speaking to us. Let's sing a song. I would request David and Chelsea to help us in that song. Worthy is the Lamb who was slain. Holy, holy is He. Sing a new song to Him who sits on heaven's mercy seat. And holy, holy, holy is the Lord God Almighty, who was and is to come. With all creation I sing praise to the King of Kings. You are my everything, and I will adore you. Clothed in rainbows, clothed in rainbows of living color, flashes of lightning, rolls of thunder. Blessing and honor, strength and glory and power be to you, the only wise King. Yeah, holy, holy, holy is the Lord God Almighty, who was and is to come. Oh, with all creation I sing praise to the King of Kings. You are my everything, and I will adore you. Holy, holy, holy is the Lord God Almighty, who was and is to come. Yeah, with all creation I sing praise to the King of Kings. You are my everything, and I will adore you. I will adore you, God. We will adore you. Yeah. Filled with wonder, filled with wonder, awestruck wonder at the mention of you. Sing that again. Filled with wonder. I'm filled with wonder, awestruck wonder at the mention of your name. Sing again. Filled with wonder. I'm filled with wonder, awestruck wonder at the mention of your name. Jesus, Jesus, your name is power, bread from living water, such a marvelous mystery. Yeah, holy, holy, holy is the Lord God Almighty, who was and is to come.
we sing. With all creation I sing praise to the King of Kings. You are my everything, and I will adore you. Holy, 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 holy is the Lord God Almighty, who was and is to come. Yeah, with all creation I sing praise to the King of Kings. You are my everything, and I will adore you. We will adore you, God. We will adore you. Holy are you, God. Holy are you, Lord. There's no one like you, Jesus. We behold you in your sanctuary, on your throne, on your throne. Your holiness is all we can sing of today, my God. All the angels around your throne, they're crying out, holy. We cry out, holy. We cry out, holy Jesus. We bow before your throne now. We're going to sing that one more time, just holy, holy. And holy, holy, holy is the Lord God Almighty, who was and is to come. We join all creation, with all creation I sing praise to the King of Kings. You are my everything, and I will adore you. Thank you, Jesus. Thank you, God. We worship you, God. Hallelujah. Amen. While the guitar is being strung, hallelujah, hallelujah. Keep strumming that chord, hallelujah. I want every home to be a sanctuary right now, hallelujah. The King of Kings and the Lord of Lords, hallelujah. Let him be lifted high this evening, hallelujah. I want everyone to lift up your voices. We just saw in detail about the King of Kings, hallelujah, what Jesus did for us. He was not a human who just came, but he was the Lord, the Son of God. And the purpose of his coming into this world was to die for your sin and my sin, hallelujah. With a heart of gratefulness, hallelujah. Let's turn our living rooms into a sanctuary right now, offering God thanks for what he did for our sins, hallelujah. Blessing and honor, glory and power, strength and wisdom belongs to the King of Kings and Lord of Lords. Hallelujah. In his isolation, he wasn't murmuring. In his isolation, he wasn't questioning, but he was remembering what Christ had done for him, what this Jesus has done for him. Hallelujah. In his time of persecution, has been exiled from all the humanity. Hallelujah. He wasn't wasting his time. His mind was focused on the Lord, the risen Savior, and his future, where he will take him. Hallelujah. Today, while we are going through whatever the circumstances, where is your eyes? Where is your focus? Are you looking at the risen Savior? Hallelujah. For what he has prepared for you, what he has done for you. Are you forgetting the things that you need to forget? Hallelujah. To give up certain things, to give up certain thoughts. Hallelujah. When you think of some people, unnecessary thoughts dominate our mind and we cannot let go of certain things. But to be in the presence of the Lord, hallelujah. While John is in the island of Patmos, hallelujah. And while he's in isolation, instead of murmuring of what the king has done to him, instead of murmuring what the authority has done to him, instead of that, his focus was on the King of Kings and Lord of Lords.
and what he had done, hallelujah, automatically on the day of the Lord, his mind was focused on Jesus. Automatically on the day of the Lord, his mind was focused on what Christ had done for him. Automatically on the day of the Lord, he was thinking of how he will be taken with the Lord tonight. Let that be our focus. And as we are about to depart, let his favor continue to rest upon us. Hallelujah. Let his presence be over us. Hallelujah. As we go into time of prayer, I would request Lalu uncle to pray for tonight's blessing. Hallelujah.